ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. കൃഷി നശിപ്പിച്ച ശേഷം 15 അടിയോളം താഴ്ചയുള്ള കുളത്തിൽ വീണ കാട്ടുപന്നിയെ അധികൃതരുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നു. ഇടുക്കി നെടുങ്കണ്ടം പൊന്നാങ്കാണി മട്ടകിൽ പാറവിളയിൽ സജികുമാറിന്റെ ഏലത്തോട്ടത്തിലെ 15 അടിയോളം താഴ്ചയുള്ള കുളത്തിലാണ് കാട്ടുപന്നി വീണത്. ഇടുക്കി നെടുങ്കണ്ടം പൊന്നാങ്കാണി മട്ടകിൽ പാറവിളയിൽ അനി എന്ന് വിളിക്കുന്ന സജികുമാറിന്റെ ഏലത്തോട്ടത്തിലെ 15 അടിയോളം താഴ്ചയുള്ള കിണറ്റിലെ 10 അടിയോളം കിടക്കുന്ന വെള്ളത്തിലാണ് ഏകദേശം 100 കിലോയോളം തൂക്കം വരുന്ന കാട്ടുപന്നി വീണ് കിടക്കുന്നത് കണ്ടത്. ഇത് കണ്ടത് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം രാവിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിനകത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. അപ്പം ഞാനത് കഴിഞ്ഞ് ഞാൻ താഴെ പറമ്പിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നിലവിലുണ്ട്. അപ്പോൾ അന്നേരമാണ് ഞാൻ ഫോറസ്റ്റ് വിളിച്ച് വിവരം അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് പറയുകയും ചെയ്തു. പഞ്ചായത്ത് നമുക്ക് ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം, കർഷകർ വളരെ ദുരിതത്തിലാണ് കർഷകർ കഴിയുന്നത്. കാരണം ഏലത്തിനാണെങ്കിലും ഇപ്പം വിലയുണ്ടെന്ന് പറയുന്നത് സാറിന് കാണാം. ഈ ഏലത്തിനൊന്നും ഒരു ശരം പോലും ഇല്ല, എല്ലാം റീപ്ലാന്റ് ചെയ്യുന്നൊരു അവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ കൊടിയാണെങ്കിലും എല്ലാം കാറ്റ് പൊടിഞ്ഞും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈ പന്നിയുടെ ശല്യവും കൂടെ വളരെ ബുദ്ധിമുട്ടായിട്ടൊരവസ്ഥയിലാണ്. പറമ്പിൽ പണിക്കായി ഇവിടെ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയാണ് രാവിലെ കുളത്തിലെ പന്നിയെ കണ്ടത്. തുടർന്ന് കല്ലാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരായ സെഷൻ ഓഫീസർ സുരേന്ദ്രദാസ് പൈ, ബീറ്റ് ഓഫീസർമാരായ എ അനിലാൽ, അരുൺ ജോയ് എന്നിവർ സ്ഥലത്തെത്തിയെങ്കിലും പുറത്തെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു പന്നി കിടന്നിരുന്നത്. തുടർന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയും പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ, സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ എന്നിവർ സ്ഥലത്തെത്തി പന്നിയെ വെടിവെക്കുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. സർക്കാർ ലൈസൻസ് ഉള്ള നെടുങ്കണ്ടം ചെമ്പുളായിൽ സെബാസ്റ്റ്യൻ തോമസ് എന്ന സാജുവിന് ഉത്തരവ് നൽകിയതോടെയാണ് വനപാലകരുടെ സാന്നിധ്യത്തിൽ പന്നിയെ വെടിവെച്ചത്. നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള പന്നി ശല്യം, കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കർഷകൻ കൃഷി ചെയ്യുന്ന കൃഷി വസ്തുക്കൾ നശിപ്പിക്കുകയും നിരന്തരമായിട്ടുള്ള ശല്യമാണ്. ഞാൻ ഈയിടെ കുഴിച്ചു വെച്ച കുറേ വാഴ, 25ഓളം വാഴ വെച്ചു. വാഴയെല്ലാം പൊക്കി വെച്ചു. ഞാൻ പിന്നെ 2 ഇപ്പോൾ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരെണ്ണത്തെ നശിപ്പിക്കാനൊന്നും ആകുന്നില്ല. വ്യാപകമായിട്ട് ശുദ്ധജീവികളെ നശിപ്പിക്കാനുള്ള നടപടി സർക്കാർ ഭാഗത്ത് ഉണ്ടാകണം. അതാണ് കർഷകന്റെ ആവശ്യം. കടുത്ത വേനലിൽ വിളകൾ മുഴുവൻ ഉണങ്ങിപ്പോയതിനു പിന്നാലെ ചെറിയ ആശ്വാസമായി കിട്ടിയ മഴ കർഷകർക്ക് നേരിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിലെ ശക്തമായ കാറ്റും മഴയും വിളകൾക്ക് നാശം വരുത്തുന്നതിനും കാരണമായി. ഇതിനൊപ്പമാണ് കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണവും. ഇത് കർഷകരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കുന്നത്. അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് കർഷകരുടെ ആവശ്യം. സാറേ, നമ്മൾ വേനലിന് അതിശക്തമായ വേനലിന് മൂലം ഏലമാണെങ്കിലും കുരുമുളകാണെങ്കിലും എല്ലാ കൃഷികളും വളരെ നഷ്ടത്തിൽ നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാട്ടുപന്നിയുടെ ശല്യം. കാട്ടുപന്നിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് എല്ലാം കുത്തി എല്ലാം നശിപ്പിച്ച് നമുക്ക് കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം പോലും വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതാണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുളത്തിൽ വന്ന് വീണിരിക്കുന്ന ഒരു പന്നി എന്ന് പറയുമ്പം അതൊരു 100 കിലോ എങ്കിലും കാണാൻ നമുക്ക് സാധിക്കുന്ന അത്രയും വലിപ്പമുള്ളൊരു ഭീകരനായ ഒരു പന്നിയാണ് വന്ന് ചാടിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, ഇടുക്കി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.